തള്ളുക. ഓ റിസ്കും ഇല്ലെന്ന് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. അതെ. പിന്നെ ഞാൻ വരുന്നതൊക്കെ പുതിയ പുതിയ ആൾക്കാരുടെ കൂടെയല്ലേ, അപ്പൊ ഞാൻ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കല്ലേ, അതൊന്നും ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വിഷമമായി. ഞാൻ ഭയങ്കര പറയുന്നത്. ഞാൻ നിങ്ങളെ വിളിച്ചോ ഈ സമയത്ത്? നിങ്ങളെ വിളിച്ചോ? സ്വല്പം പരാജയം സംഭവിച്ച പുള്ളി ഇറങ്ങി വന്നു. പക്ഷെ പുള്ളിയിലത് ഞാൻ നീ എന്നെ വീട്ടിൽ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചിട്ടുമില്ല. ഞാൻ എറണാകുളത്ത് വന്നു. അല്ല നമുക്കുള്ള അനുഭവത്തിൽ പറയാൻ മേലെ. എനിക്ക് അതിന് മാത്രമല്ല 45 ദിവസം വെച്ച് ഒരാളുടെ നല്ലത് മോശം. ബൈബിളിന്റെ അകത്താ തോക്ക് വെച്ചൊന്നും ആരാ പറഞ്ഞ ബൈബിളിലാണ് തോക്ക്? അല്ല അങ്ങനെ പറഞ്ഞു. ഞാനത് പേഴ്സണൽ പറഞ്ഞ ബൈബിൾ അല്ല എന്ന് പറഞ്ഞവനാണ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകും. നീതൂസ് അക്കാദമി, ഇന്ത്യസ് #1 ലാംഗ്വേജ് അക്കാദമി. നമസ്കാരം. ഇന്ന് പുത്തൻ സിനിമയല്ല, പുത്തൻ വെബ് സീരീസിന്റെ, ഇത് നമുക്കറിയാം, വെബ് സീരീസിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് ഹോട്ട്സ്റ്റാറിന്റെ വെബ് സീരീസിന് വേണ്ടി കാത്തിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം സിനിമകളെല്ലാം ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും ഡൗട്ടുള്ള കാലഘട്ടത്തിൽ വെബ് സീരീസിന് വലിയ കാലഘട്ടം ഉണ്ട് എന്ന് തിരിച്ചറിവാണ് വെബ് സീരീസിലേക്ക് ആളുകൾ പോകുന്നതും. നമ്മുടെ സിനിമയിലെ ഏറ്റവും നല്ല അഭിനേതാക്കളും വെബ് സീരീസിലേക്ക് തിരിയുന്ന കാലഘട്ടത്തിലേക്കാണ്. ഇതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് 4 അതിഥികളാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ഉൾപ്പെടെ. 4 പേർക്കും സ്വാഗതം. ഈ പറഞ്ഞതുപോലെ വെബ് സീരീസ് ഇപ്പോൾ വളരെ പ്രീതിയാണ്. സ്ക്രിപ്റ്റ് റൈറ്ററിൽ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ല, അല്ലേ? എപ്പോഴും പ്രായം കൊണ്ടും സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും പ്രായം കുറഞ്ഞുകൊണ്ടും ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങും. പക്ഷെ അത് മാറ്റി തോന്നേ കുറവുണ്ടോ? ഞാൻ എടുത്ത് തന്നെ പറഞ്ഞു. അല്ല, ഞാൻ നോക്കിയൊന്ന് ഇങ്ങനെ നോട്ടം നോക്കി, അപ്പം പ്രായം കുറവ് കൊണ്ടൊന്നും ആക്കിയതാ. പ്രായം കുറവ് തോന്നുന്നു. അതെ അതല്ലേ. ഇപ്പൊ എന്താ ഇപ്പൊ എടുത്തു പറയാൻ എന്നെ കണ്ടു മനസ്സിലായില്ല. സെറ്റിൽ വന്നപ്പോ ഇങ്ങനെ മുടിയൊക്കെ പഠിച്ചല്ലേ കണ്ടുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് കുട്ടായിട്ടാണ് എന്നോട് പറഞ്ഞു, കുട്ടേട്ട മോനാണോ? ഇന്ന് ഞാൻ വേണ്ടല്ലോ, വെരി എക്സൈറ്റഡ്. ഞാനിന്ന് ഫ്രീ ആയില്ല. എന്തായാലും ഈ പേര് കൊണ്ട് തന്നെ ഒരു ഗ്രാമത്തിലെ കഥയാണല്ലേ. ഇത് പേര് 2 രീതിക്ക് ഞാൻ വിടുന്നു. ഒന്ന് സ്ഥലപ്പേരാണ്. ആകാശപ്പറമ്പ് എന്നുള്ള സാധനം സ്ഥലപ്പേരായിരിക്കും അല്ലേ. മറ്റേ പേര് പാതാളക്കുഴി അല്ലേ. ഈ സ്ഥലമാണ് ഗ്രാമത്തിൽ നടക്കുന്ന, ഒരു സാധാരണ ഗ്രാമത്തിൽ നടക്കുന്ന സാധാരണ ആൾക്കാരുടെ കഥ പറഞ്ഞു പോകുന്നത് അല്ലേ. ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇത്തരം സബ്ജക്റ്റില് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പീതാംബരൻ, അല്ലെങ്കിൽ മാളവിക എന്നൊരു കഥാപാത്രം, കേമൻ സോമൻ എന്ന കഥാപാത്രം, ഇവരിലേക്ക് തന്നെ ചേരുമെന്ന് താങ്കൾ വിചാരിച്ചുകൊണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്? അങ്ങനെ ഇല്ല. ആർട്ടിസ്റ്റിനെ മനസ്സിൽ കണ്ടിട്ട് സ്ക്രിപ്റ്റ് എഴുതാറില്ല. പിന്നെ ഡയറക്ടറോട് കൂടിയിട്ട് നമ്മൾ ഇരുന്ന് ഡിസ്കഷനിലാണ്. പിന്നെ ഡയറക്ടറുടെ ഒരു തീരുമാനങ്ങളാണ് കൂടുതലും ഉണ്ടാവുക. കാരണം നമ്മൾ എഴുതി വെക്കുന്നതിനെ വിഷ്വലൈസ് ചെയ്യേണ്ട ഒരു ചുമതല ഡയറക്ടർക്കാണ്. അപ്പോൾ ആളാണ് അത് ഓരോരുത്തരും എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇത് ഇന്ന ആള് ചെയ്താൽ നന്നായിരിക്കും, ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും, ഒരു പുതിയ ഒരാളാണെങ്കിൽ ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഡയറക്ടറാണ് തീരുമാനിക്കുക. അപ്പോ മനസ്സ് കണ്ടിട്ട് എഴുതുന്നത് ശീലം പൊതുവെ ഇല്ല, കുറവാണ്. പിന്നീട് ഇവരിലേക്ക് എത്തുന്നു. അതെ. എത്തിക്കഴിയുമ്പോൾ താങ്കളുടെ മനസ്സിലുണ്ടോ ഇത് നമുക്ക് ആപ്റ്റായ കഥാപാത്രം തന്നെയാണ്? അങ്ങനെ തോന്നിയാലേ പറ്റുള്ളൂ. അഡ്വാൻസ് ഒന്നും നമ്മൾ അഡ്വാൻസ് തന്നെ മുമ്പുള്ള കാര്യം ഞാൻ ചോദിച്ചോ? അല്ല, നിങ്ങൾ എന്താണ് ശരി പറഞ്ഞത് അങ്ങനെ തിരിച്ചു ചോദിച്ചാണ് അല്ലേ? നിങ്ങൾ അതല്ലേ അങ്ങനെ ചോദിച്ചാൽ സത്യം പറഞ്ഞേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. നമുക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് വെച്ചാൽ ഏറ്റവും റിസ്ക് ഉള്ള പണിയാണ്. നമ്മളിപ്പോ കാണുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഏറ്റവും റിസ്ക് ഗ്രാമത്തിലെ, അല്ലെ? ആ ഗ്രാമത്തിലെ റിസ്കും ഇല്ലെന്ന് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. അതെ, മനസ്സിലാവും. പക്ഷെ കേമൻ സോമൻ ഓപ്പോസിറ്റ് ആണ്. അവിടെയാണ് പ്രശ്നം. അല്ല, അതുകൊണ്ട് ഒരു കാര്യമില്ല. അല്ല, നിങ്ങൾ വേറെ ഇടയ്ക്കോട്ട് പോക്ക് പോകുന്നുണ്ട്.
കഥ ഞങ്ങളെ ഇങ്ങനെ തോണ്ടി പിടിക്കാൻ പറ്റുമെന്നല്ല. അത് പിടിക്കില്ല. അത് കിട്ടൂല. അത് പിടിക്കില്ല. അത് ഞാൻ ഇങ്ങനെ വന്ന് കയറി വന്നപ്പോഴേ ഞങ്ങൾക്ക് താക്കീത് അല്ല ട്രെയിലറിൽ സോമൻ കേമൻ സോമൻ എന്ന് പറഞ്ഞിട്ട് പീതാംബരനും മാളവെന്ന് പറഞ്ഞു. ഈ കഥാപാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെ അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇടയ്ക്കൂടെ ഇത് വെച്ച് ഒരു സിനിമ ഉണ്ടാക്കി നോക്കാം. നമ്മള് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നോക്കി ഞാനിപ്പോഴും കട്ട് ചെയ്യായിരുന്നു. ചുഴഞ്ഞെടുക്കാൻ അതെങ്ങോട്ട് പറഞ്ഞു ഞാൻ വിട്ട് അല്ല ഇത്തരം ഒരു ഗ്രാമമാണ്. അപ്പൊ അങ്ങനെ പിന്നീട് നമ്മള് ചില ആൾക്കാർ അഭിനയിക്കുമ്പോൾ അത് നമ്മൾ എഴുതി വെച്ചതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് കിട്ടും. ആ ക്യാരക്ടർ കുറച്ചുകൂടെ നന്നായിട്ട് വരും സ്ക്രീനിൽ. അപ്പൊ ചിലപ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യാനൊക്കെ തോന്നാറുണ്ട്. അതൊരു പ്രോസസ് ആണല്ലോ, മാത്രമല്ലല്ലോ. തീർച്ചയായിട്ടും. അതെ, ഈ ഹോട്ട്സ്റ്റാറിന്റെ ഒരു വെബ് സീരീസിലേക്ക് പോകണമെങ്കിൽ ഒത്തിരി കടമ്പകളുണ്ട് അല്ലെ? ഒത്തിരി കടമ്പകളുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ കുറെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ കടമ്പകളൊക്കെ കിടക്കാൻ താങ്കൾ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നോ? നമ്മൾ എഴുതിയ ഒരു പ്രൊഡക്റ്റിലുള്ള വിശ്വാസം, പിന്നെ എന്നെയും ഡയറക്ടറെയും അവർ ട്രസ്റ്റ് ചെയ്യുന്നതും അതൊക്കെ ഒരു ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ഗുഡ് വില്ല്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിൽ നമുക്കധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടില്ല. നമുക്ക് അങ്ങനെ ഈ സ്ക്രിപ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യും, അതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ 1 ലൈൻ, പിന്നീട് സ്ക്രിപ്റ്റ്, പിന്നീട് നമ്മളെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ ഡീറ്റെയിൽസ്. അപ്പൊ ആ പ്രോസസ്സൊക്കെ അധികം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ് അല്ലേ? നമുക്ക് ഇനി ദിവസങ്ങളില്ല, റിലീസിന് ദിവസങ്ങളില്ല. എങ്ങനെ കുട്ടേട്ടന് ഇപ്പം എല്ലാ സിനിമകളിലും ഇപ്പം നിറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇഷ്ടത്തിൽ തരുന്ന കഥാപാത്രങ്ങൾ തരുന്നുണ്ട്. ഇപ്പം ഈ ന്യൂജനാണ് വെബ് സീരീസ്, അതിലേക്കും കൂടെ കുട്ടേട്ടൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടേട്ടൻ എന്നും ന്യൂജനാണ്. അത് പറയണമെന്നല്ല, പറയാൻ വേണ്ടി നോക്കിയില്ലേ? വെബ് സീരീസ് ന്യൂജന്മാരുടെ മാത്രം സംഭവം. അങ്ങനെയാണ് ഇപ്പൊ ഇത് പുതിയ കാലഘട്ടത്തിലുള്ള യാത്രയാണല്ലോ. അങ്ങനെ ന്യൂജനും പഴഞ്ചനും ഒന്നുമില്ല. എല്ലാരും ന്യൂജൻ തന്നെയാണ്. അപ്പൊ നമ്മള് അത് ഇപ്പൊ ഞാൻ ഇപ്പം ഒരു 10-40 വർഷം മുമ്പ് സിനിമ വന്നതാണ്. അന്ന് ഞാൻ ന്യൂജനല്ലേ. അപ്പൊ പിന്നെ ഞാൻ വരുന്നതൊക്കെ പുതിയ ആൾക്കാരുടെ കൂടെയല്ലേ. അപ്പൊ ഞാൻ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കല്ലേ. ഞാൻ എവിടെയാ പഴഞ്ചനാവുന്നത്? ഒരിക്കലും ഞാൻ ന്യൂജനാണ് എപ്പോഴും. ഇപ്പൊ ന്യൂജന്റെ കൂടെ വന്നപ്പോ എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യം തന്നെ ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യമാണ്. എന്റെ കൂടെ വന്ന് പവർക്ക് എന്ത് തിരിച്ചു ചോദിക്കണം. അതിവിടെ ചോദിക്കാൻ എന്നെക്കാളും ന്യൂജനായിട്ടായിരിക്കും. അതൊന്നും രക്ഷയില്ല. അതിന് എനിക്ക് നമ്മളെവിടെ ഇതെന്നല്ല, എപ്പോഴും നമ്മളൊരു കൂട്ടായ്മയിൽ വന്ന് വിടുമ്പോഴേ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ട് നമുക്ക് തന്നെ നമ്മളിൽ തന്നെ ഒരു എനർജി ഉണ്ടാവും. അത് അഭിനയിക്കുമ്പോഴൊക്കെ അത് നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യമാണ്. ഇവിടെ വന്നിപ്പം ദീപു ഞാൻ മുമ്പേ പറഞ്ഞോളൂ, ഇദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിനകത്ത് എനിക്ക് അഭിനയിക്കാൻ അവസരം വന്നു. കുഞ്ഞിരാമായണം എനിക്ക് പോകാൻ പറ്റിയില്ല, മറ്റു പല കാരണങ്ങളും ഉണ്ട്. പക്ഷെ അതൊരു ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴാണ് ഇതിൽ വിളിച്ചത്. ഇത് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ. ഒരു 35 ദിവസം 36 ദിവസത്തോളം ഞാൻ ഈ ഷൂട്ടിങ്ങിനുണ്ടായത്. അവിടെ വന്നപ്പോൾ ഈ നിഖിലൊക്കെ ഇവിടെ വെച്ചാൽ അല്ല, ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ അരവിന്ദന്റെ അതിഥിയാണ്. പക്ഷെ ഇവിടെ അന്നൊന്നും നമ്മൾ അത്ര അടുത്തില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വന്തം ഒരു കുടുംബത്തിൽപ്പെട്ട എൻ്റെ മരുമോളായിട്ടാ, പെങ്ങളുടെ മോളായിട്ടാണ് അഭിനയിക്കുന്നത്. അത് പിന്നെ എൻ്റെ മോളെ പോലെ തന്നെ ആയി. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാര്യങ്ങൾ, ഇപ്പം ഉള്ള കുടുംബകാര്യങ്ങളൊക്കെ പലതും എനിക്കറിയാം. എൻ്റെ കുടുംബകാര്യമൊക്കെ അറിയാം. അങ്ങനെ ഒരു അശോകനോട് എത്രയോ വർഷത്തെ പരിചയം. പിന്നെ ഇവരൊക്കെ ദീപൊക്കെ എൻ്റെ ഒരു അടുത്തൊരാളെ പോലെ തോന്നും. ചിലപ്പോൾ സീൻ അഭിനയിക്കുമ്പോൾ ഞാൻ അതിങ്ങനെ ചിലപ്പം ലൊക്കേഷൻ കാണുകയില്ല. ഞാൻ പ്രവീണ അതാ ഡയറക്ടറോട് ആ സീൻ അങ്ങനെയാണ് അപ്പൊ തന്നെ ഇങ്ങനെ വിളിക്കും. അപ്പൊ ഒന്നില്ലെങ്കിൽ ഫോണിൽ തന്നെ അതിൻ്റെ ഒരു മാറ്റം പറയും. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട് അതിനകത്ത്. അപ്പൊ അതിൻ്റെ ഒരു സുഖമുണ്ട് വർക്ക് ചെയ്യുമ്പോഴേ. എല്ലാവരുമായിട്ട് ഒരു ധാരണയിൽ പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. 125 ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന്. അതൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഒരു കവലയിൽ നടക്കുന്ന സംഭവമാണ്. കവലയിൽ ചായക്കടയുണ്ട്, ചായക്കട ഉടമസ്ഥനുണ്ട്, അതിന് ചായ എടുക്കുന്നവരുണ്ട്, അങ്ങനെ തയ്യക്കാരനുണ്ട്, അങ്ങനെ ഒരു ജിമ്മ് നടത്തുന്ന ഒരാളുണ്ട്. ഇവിടെ എല്ലാം ക്യാരക്ടർ ഒന്ന് നമ്മൾ ആർട്ടിസ്റ്റുകളെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു ഭയങ്കര രസമാണ്. ഇങ്ങനെ സംഭവം നടന്നു പോകുന്ന പോലെ തോന്നും. ഇപ്പൊ ഇതൊരു 7 എപ്പിസോഡ് എന്ന് പറയുന്നു. പക്ഷെ എനിക്കൊരു എപ്പിസോഡ് ഒരിക്കലും അതിന്റെ ബ്രേക്ക് എവിടെയാ തോന്നിയിട്ടില്ല. ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത എപ്പിസോഡ്. അങ്ങനെ തോന്നി. ഇത് നല്ല ഒഴുക്കോടുകൂടി പോകുന്ന കുറെ സംഭവങ്ങളുള്ള ഒരു ഗ്രാമത്തിന്റെ ഒരു കഥയെന്ന് പറയാൻ പറ്റില്ല. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നടക്കാം. അങ്ങനെ ഇതിന് മുമ്പും ഉണ്ടായിരുന്ന ആ കഥ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു കഥയാണ്. നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലാണല്ലോ അത് ഈ സബ്ജക്റ്റ് പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്,
എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പല ഗ്രാമങ്ങളിലും എല്ലാ കാര്യത്തിനും സമീപിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റാണ്. അത് ഇപ്പോൾ നടക്കുന്ന പഞ്ചായത്തുകൾ നമ്മൾ കാണുന്നല്ലോ, ഗ്രാമപഞ്ചായത്തുകളെ കാണുന്നത്. അത് എത്രമാത്രം ഒരു ചേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കോർത്തിണക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, ഇപ്പം നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളും അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടല്ല ഞാൻ ഈ കേട്ടറെ കൺസീവ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള പല 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 ആൾക്കാരുണ്ട്. അതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. എനിക്ക് വളരെ പരിചയം ഒരു പൊളിറ്റീഷ്യൻ ഉണ്ട്, അയാളുടെ ചില അംശങ്ങളുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്തുള്ള ചില കാരണവന്മാരുണ്ട്, അവരുടെ ചില അംശങ്ങളുണ്ടാവും. ചില നാട്ടിൻപുറത്തൊക്കെ ചില കല്യാണമൊക്കെ വരുമ്പോൾ എല്ലാം കൂടെ കൂടിയിരുന്ന് വർത്തമാനം പറയും. അങ്ങനെയൊക്കെ ചില ആൾക്കാരല്ലേ ഒരു അരവഴമ്പനായിട്ട് നിൽക്കുക. ഇയാള് ബേസിക്കായിട്ട് ക്യാരക്ടർ എഴുതി വെച്ചിരിക്കുന്ന ഒരു കുറുക്കനായാല്, ഒരു കുറുക്കൻ സ്വഭാവം ഉള്ള ഒരാളാണ്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ നമുക്ക് പല സ്ഥലത്തു നിന്നും കിട്ടിയ ചില കഥാപാത്രങ്ങളുടെ അംശങ്ങളുണ്ട് ഇതിനകത്ത്. അതെല്ലാം കൂടെ ചേർന്നാണ്. അല്ലാതെ ഒരു പ്രത്യേക ഇതിനകത്ത് പ്രത്യേക രാഷ്ട്രീയം പറയുന്നില്ല. ഒരു പ്രത്യേക രാഷ്ട്രീയം അല്ലെ പഞ്ചായത്ത് നടക്കുന്ന ഒരു പ്രത്യേക സംഭവമായിട്ടല്ല പറയുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു സ്ഥലം. ആ സംഭവങ്ങൾ രസകരമായിട്ട് വരുന്നു, നമുക്ക് കണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് പോകുന്നത്. അതാണ് ചുരുക്കി പറഞ്ഞാൽ. പക്ഷെ ചേട്ടാ ഈ പറഞ്ഞതുപോലെ കുറെ സിനിമകളായി, ഇപ്പം വീണ്ടും ഒരു തിരിച്ചൊരു നല്ല സിനിമകളിലൂടെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതോടൊപ്പം തന്നെ വെബ് സീരീസിലേക്കും വരുന്നു. ഇത് രണ്ടിലും ഒരു മാറ്റം എന്താന്ന് കാണുന്നുണ്ടോ? എനിക്കൊരു മാറ്റമായിട്ട് തോന്നില്ല. കാരണം ഈ സിനിമയിൽ അഭിനയിക്കുന്നവരും അതിന്റെ ടെക്നീഷ്യൻസും തന്നെയാണ് ഇപ്പോൾ വെബ് സീരീസിലുള്ളത്. പിന്നെ മറ്റേ ടെക്നോളജി സംബന്ധിച്ചും വലിയ ചേഞ്ച് ഒന്നുമില്ല, അത് തന്നെയാണ്. പിന്നെ ഒരു വ്യത്യാസം തോന്നുന്നത് മറ്റേ നമ്മൾ വലിയ സ്ക്രീനിൽ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നു, ഇത് വീട്ടിൽ ഇരുന്ന് കാണുന്നു. വേറെ വീടുകളിൽ വലിയ സ്ക്രീൻ ഉണ്ടല്ലോ, വീടുകളിലുണ്ട്, വലിയ സ്ക്രീൻ ഒരുപാടുണ്ടല്ലോ. കാണുന്ന ഒരു കാഴ്ച ആ പ്രേക്ഷകനല്ല. അതെ, പ്രേക്ഷകന്റെ വ്യത്യാസം വരുന്നത് ഇതിനകത്ത്. പ്രേക്ഷകന്റെ വ്യത്യാസം കൂട്ടം കൂടി ഇരുന്ന് ഒരു തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴുള്ള ആ ബഹളത്തിൽ കാണുന്ന സിനിമ, കൂട്ടം കൂടിയിരുന്ന് കണ്ട് തിയേറ്ററുകളിൽ വിജയിക്കാത്ത സിനിമകളിൽ ഒറ്റയ്ക്കിരുന്ന് കാണുന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട്. അല്ല, കാലഘട്ടം പോകുന്നുണ്ടല്ലോ. ഇതിന്റെ ഒരു മേക്ക് ചെയ്യുമ്പോ തന്നെ അങ്ങനെയുള്ള പ്രേക്ഷകരുണ്ടല്ലോ. അതെ അതെ അതെ. അല്ലാതെ ഒരു കൈയടി കഴിഞ്ഞിട്ട് അങ്ങ് ഒരു പൊട്ടിച്ച് കഴിഞ്ഞൊരു ഫൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൊടുത്തില്ല, അങ്ങനെ 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 കരുപ്പിടിപ്പിക്കുന്ന ഒരു കഥയല്ല. തിയേറ്ററിലൊക്കെ കയറി മുമ്പൊക്കെ ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ കൂലും പ്രശ്നങ്ങളും വീറൊക്കെ ഉണ്ടല്ലേ. ഇത് അവനവന്റെ വീട്ടിൽ നിന്ന് ടി വിയിൽ അറിയത്തില്ല, പൊട്ടിക്കാൻ നോക്കത്തില്ലായിരുന്നു ഇല്ലേ. ഇല്ല. അപ്പൊ പിന്നെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ വന്നിരിക്കുന്ന വെബ് സീരീസ് എല്ലാം ഇതുവരെയുള്ള അഭിപ്രായം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അശോകൻ ചേട്ടന് ആദ്യം ഈ കഥാപാത്രം എനിക്ക് ചേരുന്നതാണെന്ന് തോന്നാനുള്ള ഒരു കാരണം ഉണ്ടാവും? അല്ല, ഞാൻ ഈ കേൾക്കുമ്പോ തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഊഹിക്കുന്നതിനപ്പുറമായിട്ട് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ കൂടാണ്, ദീപും പിന്നെ പ്രവീണും കൂടാണ് ഡയറക്ഷൻ. അവരുടെ ആ ഒരു കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി. അതാണ് സത്യം, അതാണ്. അങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് അവർ പറയുമ്പോൾ ഈ ക്യാരക്ടർ ഞാൻ ചെയ്യണം അവർക്ക് താല്പര്യം പറഞ്ഞു. അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ ധരിച്ചു. കാരണം ഞാൻ വേറെ കാര്യം പറയാം. എന്നോട് ഈ കഥ പറഞ്ഞപ്പം വേറെ ആരൊക്കെ അഭിനയിക്കും നിഖില പറഞ്ഞു, അശോകൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വേറെന്തോ കാര്യത്തിൽ വിളിച്ച പറഞ്ഞു അശോകന്റെ ഡേറ്റിന് ശകലം പ്രശ്നമുണ്ട്, പക്ഷെ അശോകൻ ചേട്ടൻ ഞാൻ പിന്നെ ഇല്ലത് അശോകൻ ചേട്ടൻ തന്നെ ചെയ്യണം. അപ്പൊ ഞാൻ അയ്യോ അശോകൻ. അപ്പൊ കേട്ടപ്പോ തന്നെ എന്റെ മനസ്സിൽ അശോകൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആ കഥാപാത്രം തോന്നുന്നുണ്ട്, ചില നോട്ടങ്ങളും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ. അത് അശോകൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചില ഡബ് ചെയ്തപ്പോ ഞാൻ ചിരിച്ചു. ചില സ്ഥലത്ത് പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെല്ലാം പുള്ളി ആരുമില്ല, ഒറ്റയ്ക്കൊരു പോകാൻ ഒന്നുമില്ല, ഡയലോഗ് ഒന്നുമില്ല. പക്ഷെ അശോകനെ ചെയ്തിരിക്കുന്ന കാണുമ്പോ അന്നേരം ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഡബിങ് എന്നപ്പോൾ ഞാൻ ചിരിച്ചു പോയി. അപ്പൊ അത് അശോകന്റെ ഡേറ്റിന്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാനും പറഞ്ഞു അശോകൻ തന്നെ ചെയ്യണം. അപ്പൊ ഇവര് പറഞ്ഞു അശോകൻ ചെയ്തില്ല എങ്ങനെയാ. അപ്പൊ ഈ ഡേറ്റിന്റെ പ്രശ്നം വന്ന് ഇങ്ങനെ രണ്ടുമൂന്ന് എന്തായത് അശോകന്റെ ചെറിയൊരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഡേറ്റിന്റെ പ്രശ്നമാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോഴേ അപ്പൊ നമുക്ക് അശോകൻ തന്നെ ചെയ്യണമെന്ന് അത് ചെയ്ത് കണ്ടപ്പോഴേ ഡബിങ്ങിന് കണ്ടപ്പോഴേ അശോകൻ മാത്രം ചെയ്യാൻ പറ്റുന്ന കഥാപാത്രം അത്ര ഒരു ഭയങ്കര ഭംഗിയായിട്ടുണ്ട് അശോകൻ ചെയ്തിരിക്കുന്നത്. ഒരു ഭയങ്കര ക്യാരക്ടറാണ്. ദൈവം ഉണ്ടായി അങ്ങനെ ചെയ്യാനുള്ള ഒരു ശക്തി ദൈവം തോന്നുന്നു. പിന്നെ പറയണമല്ലോ ഇപ്പൊ ഈ ടീമിന്റെ ഒരു സുഖം ബലവും പറയണമല്ലോ. നമ്മളൊരു പ്രോജക്റ്റ് നമ്മൾ അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടെ വർക്ക് ചെയ്യുന്നവര് കംഫർട്ടബിൾ അല്ലെങ്കിൽ വലിയ പാടാണ്. ശരിയല്ലേ? അല്ലേ? വലിയ പാടാണ്. അപ്പൊ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും കൂടെ കൂടിയപ്പോഴേ നമുക്കൊരു ഭയങ്കര കൂട്ടായ്മ. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ കൂടുതലും ഞങ്ങൾ തമ്മില. അപ്പൊ അതൊക്കെ എത്രയോ വർഷം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് എത്ര പടങ്ങൾ അഭിനയിക്കുന്നു. നിഖിലായിട്ട് ആദ്യം കണ്ടു അല്ലേ? നമ്മള് ആദ്യമാണ്.
അപ്പൊ അതൊരു ഭയങ്കര സുഖമായിരുന്നത്. ഈ പരസ്പരം നമ്മൾ അറിഞ്ഞ് എന്തെങ്കിലും അങ്ങോട്ടും സജഷൻസ് പറയുകയും കാര്യങ്ങൾ ചെയ്യാനും. ഉഷാട്ടിലെ സെൻട്രൽ ക്യാരക്ടറല്ല, ഗംഭീരമായ ഒരു അസാധ്യ ക്യാരക്ടറാണ്. അത് കണ്ടാൽ ശരിക്കും അങ്ങനെ ഒരാളുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും, അത്ര നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരും ഓരോ കഥാപാത്രം. ഒരു വെബ് സീരീസ് 7 എപ്പിസോഡ് ഉള്ളതെന്നാണ് പറയുന്നത്. നമുക്കെവിടെയാ അങ്ങനെ ഒരു എപ്പിസോഡ് കഴിഞ്ഞു അടുത്ത എപ്പിസോഡ് അങ്ങനത്തെ കഥയല്ലത്. കണ്ടിന്യൂഷൻ. അത് എവിടെയോ ഇവർക്ക് 7 എപ്പിസോഡ് എവിടെ മുറിക്കുന്നു പോലും എനിക്കറിയില്ല. മുറിച്ചിട്ട് അത് കഴിയുമ്പോ പ്രതീക്ഷ അങ്ങനത്തെ സംഭവമല്ല. ഓരോ സീൻ കഴിയുമ്പോഴും ഒയ്യോ അടുത്ത സീൻ എന്താ എന്ന് തോന്നും നമുക്ക്. ഞാൻ ഡബ് ചെയ്തപ്പോഴും എനിക്ക് തോന്നിയതാ അടുത്ത സീൻ തന്നെ. അപ്പൊ എനിക്ക് ചിലപ്പോ അടുത്ത സീൻ കാണുകയില്ല. അപ്പൊ ഞാൻ ആ സീൻ എന്താ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇല്ലാത്ത ആ സീൻ കൂടെ കണ്ടിട്ടായി ഞാൻ ചിലപ്പോ എന്റെ ഡബ് ചെയ്യുന്ന സീനാണ്. അപ്പൊ എനിക്ക് തോന്നിയത് എനിക്കൊരു കൗതുകമുണ്ട് ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ എന്താണെന്ന് അറിയണമെന്ന്. തീർച്ചയായിട്ടും പ്രേക്ഷകനും ഉണ്ടാവും അത്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഓരോ കഥാപാത്രത്തെ കുറിച്ച് ഇപ്പം ഇന്ന രീതി ചെയ്യണം എന്നും ഒക്കെ ഒരു ധാരണ ഏതായാലും ഈ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഉണ്ടായിരുന്നു. അത് പറഞ്ഞു തരുന്നതിലൂടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നതിൽ കൂടെ ഒരു കാര്യമുണ്ട്. നമ്മളെ പറഞ്ഞ കൺവിൻസ് ചെയ്യത്തില്ലേ, അത് ഇന്നാളെ ഇത് ചെയ്യണം മറ്റേത് ഇന്ന ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ അവനവന്റെ ക്യാരക്ടറെ കുറിച്ച് ഒരു ഗുണം, ആ ഒരു ശക്തി നമുക്ക് മനസ്സിലാവും. അല്ല ശരിയല്ലേ? എല്ലായിടത്തും കിട്ടാറില്ല ഇത്. നമ്മുടെ ഊർജം ശരിക്കും അതൊക്കെ തന്നെയാണ് അല്ലേ? അത് വലിയൊരു കാര്യമാണ്. അത് എനിക്ക് തൃപ്തി വന്ന എന്നെ സംബന്ധിച്ച് അതാണ്. തീർച്ചയായിട്ടും ഇതല്ലേ എല്ലാ ക്യാരക്ടേഴ്സ് ഇവരൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്. അല്ല, നമുക്കൊരു തൃപ്തി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മളുടെ ഒരു കലാകാരനെ പുറത്തേക്കും എടുക്കാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും ഒരു തൃപ്തി കൂടെ സപ്പോർട്ടും. ഈ സിനിമയിൽ ഇപ്പൊ എനിക്കിപ്പം തലമുട്ട അടിച്ചിട്ട് അഭിനയിച്ചു. ഒരു പ്രാവശ്യം തലമുട്ട അടിച്ച് ഇത് വളർന്ന് ബാക്കി ഇതുപോലൊന്നും ആകണം എത്ര നാള് വേണമെന്നറിയാം. പക്ഷെ ഞാനൊരു പ്രൊഫഷണൽ ആക്ടർ ആയതുകൊണ്ട് എനിക്കിത് കഴിഞ്ഞ് അടുത്ത സിനിമയിൽ അഭിനയിക്കണം, അതിന് അടുത്ത സിനിമയിൽ അഭിനയിക്കണം. അതിന് വിഗ്ഗി വെച്ചാൽ എത്രയാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് വിഗ്ഗി വെച്ച പോലെ തോന്നും. പക്ഷെ ഇതിന് പഠിക്കണം ഇവരെന്നോട് പറഞ്ഞിട്ടേ ഇല്ല ഈ അപ്പിയറൻസ്. ഞാൻ മുടി പഠിക്കാം, പഠിച്ചിരുന്ന പോലെ ചെയ്യാം. അത് എന്റെ ഒരു അതിനെ പറ്റിയുള്ള കാഴ്ചപ്പാടാണ്. പക്ഷെ എന്താ ഇവര് പറയുമ്പോ നമുക്ക് തോന്നുന്നതാണ് അങ്ങനെ വേണം. ആ കഥ വായിക്കുമ്പോഴേ കഥാപാത്രത്തെ പറ്റി പറയുമ്പോൾ ഒരു അതെങ്ങനെയാണ് നടപ്പ് എങ്ങനെയാണ്. അപ്പൊ ഷർട്ടല്ല ജുബ്ബ വേണം എന്ന് വെച്ചാൽ എനിക്കറിയാം ജുബ്ബ എങ്ങനെയാണ് അയാളുടെ എങ്ങനെയായിരിക്കും നടക്കുന്നത്, അയാൾ മുണ്ട് എങ്ങനെയായിരിക്കും, മുണ്ട് ഉടുക്കുന്നത് എങ്ങനെയായിരിക്കും, ഏറ്റവും ഇറക്കത്തിലാണ് കുറച്ചുകൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല അതൊക്കെ നമുക്ക് തോന്നുന്നത് ഇവര് കഥ പറയുമ്പോ നമുക്ക് തോന്നുന്നത് മനസ്സിലേക്ക് വരികയാണ്. അപ്പൊ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്ന എന്തുകൊണ്ട് നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഇത് എന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ആ ഒരു കഥാപാത്രം വിളിച്ചു കാശി മേടിച്ചു പോയി മറ്റേ കഥാപാത്രം അങ്ങനെയല്ല. ചില കഥാപാത്രങ്ങളുണ്ട് കേട്ടോ നമുക്ക് മാത്രമില്ല. ഇപ്പൊ ഉറക്കത്തിൽ വിളിച്ച് എഴുന്നേൽപ്പിച്ചാലും മറ്റേ ഡയലോഗ് എന്ന് പറഞ്ഞ് എന്ന് പറയാൻ പറ്റുന്ന കഥാപാത്രങ്ങളുണ്ട്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇതതുപോലല്ല. ഇതൊരു നമ്മൾ കൺസീവ് ചെയ്യണം ഇയാൾ ഇന്നതാണെന്ന് നമുക്ക് തന്നെ സ്വയം ബോധ്യപ്പെട്ടിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. ഉള്ളിൽ ഉൾക്കൊണ്ട് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം കഥാപാത്രം സംബന്ധിച്ചോളം വലിയ വലിയ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അല്ലെ. നമ്മൾക്ക് ഇന്ന് നല്ല രീതിക്ക് സിനിമകൾ ചെയ്തു പോകുന്നു, പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഇപ്പൊ ഇതിലൊക്കെ നിൽക്കുന്നത്. പക്ഷെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ളവരുടെ കൂടുമ്പോൾ കുറെ കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നില്ലേ ലൊക്കേഷനിലാണെങ്കിലും. തീർച്ചയായിട്ടും എനിക്ക് കുട്ടേട്ടന്റെ കൂടെയാണ് കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത്. അശോകേട്ടന്റെ കൂടെ ഉണ്ട്. എനിക്കൊന്ന് എല്ലാ ക്യാരക്ടേഴ്സിന്റെയും കൂടെ കോമ്പിനേഷൻ ഉള്ളത് നമുക്ക് രണ്ടുപേർക്കാണ്. എല്ലാ ക്യാരക്ടേഴ്സിന്റെയും കൂടെ കോമ്പിനേഷൻ ഉണ്ട്. അപ്പം ഓരോ ആൾക്കാരും ഇതില് ഇവരെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ തന്നെ പുതിയതായിട്ട് വരുന്ന കുറെ ആക്ടേഴ്സും ഉണ്ട്. ഈ പറയുന്ന പോലെ 125 പേര് പേരുള്ള കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ അവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അതായത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായ ഡീറ്റെയിലിംഗ് ഉണ്ട്. അതെല്ലാം നമുക്ക് സ്പേസ് ഉണ്ട്. ഇപ്പൊ നമുക്കൊരു സിനിമയാകുമ്പോൾ ചില ക്യാരക്ടേഴ്സിന് ചിലപ്പോൾ പേരുണ്ടാവില്ല. ഇപ്പം ഒരു ഹീറോന്റെ കൂടെ നിൽക്കുന്ന ഒരു 4 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ 4ാമത്തെ ആളുടെ പേരൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ കൂടെയുള്ള 2 മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെ അല്ലാതെ ഇവിടെ എല്ലാവർക്കും ക്യാരക്ടർ ഉണ്ട്. അവർക്ക് ആ ക്യാരക്ടറിൻ്റെതായ സ്പേസും ഉണ്ട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് എല്ലാവരും. അപ്പൊ എല്ലാവരും പെർഫോം ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമുള്ള ഒരു അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഓരോരുത്തരും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഓരോരുത്തർക്കും എങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഇതില് പറയുകയാണെങ്കിൽ ഞാൻ 45 ദിവസം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയാം ഞാനാണ് ഈ ഓരോ ക്യാരക്ടേഴ്സിനെ റിവീൽ ചെയ്യിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതാരാ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ക്യാരക്ടറിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഞാനാണ് ഈ ഗ്രാമത്തിൽ പുതിയതായിട്ട് വരുന്ന ഒരാള്. അപ്പൊ എന്റെ ചോദ്യങ്ങളിൽ നിന്നാണ് ഈ കുറെ ക്യാരക്ടേഴ്സിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. അപ്പം അതൊക്കെ കാണുമ്പോൾ അവരെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ അത് കാണുമ്പോൾ അതും വേറൊരു തരം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരൊക്കെ കൂടെ ആദ്യമായിട്ടല്ല അഭിനയിച്ചു വരുന്നത്.
കുട്ടേട്ടൻ എന്റെ കൂടെ അശോചാന്റെ കൂടെ ആദ്യമായിട്ടാണ്. അല്ലേ? അന്ന് അമരത്തിൽ കണ്ട അശോകൻ ആണോ അടുത്തിരിക്കുന്നത്? ഇല്ല, എനിക്ക് ഇതില് ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അതിനകത്ത് കേമൻ സോമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് പുള്ളിയോട് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. ഈ സീരീസ് കണ്ടുമ്പോൾ പുള്ളി പാവം, പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നുന്ന പോലത്തെ അത് പെർഫോം ചെയ്ത് കൺവിൻസ് ചെയ്യിക്കാന്ന് പറയുന്ന ഞാൻ പറഞ്ഞത് ഇത് വെറുതെ എന്നോട് കഥ പറഞ്ഞിട്ട് അവസാനം അശോകൻ എന്ന് പറഞ്ഞിട്ട് അശോകൻ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞു അശോകൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പൊ ഇവര് ഞങ്ങളും അതാ നോക്കുന്നത്. അപ്പൊ ഇയാളെ വേറെന്തോ പടത്തിന്റെ തമിഴ് പടം എന്താ സംഭവം ഉണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ കേമൻ സോമൻ എന്നുള്ള ക്യാരക്ടർ. എല്ലാവരില് ബാക്കി എല്ലാവരും പ്രശ്നക്കാരാണ്. അപ്പം കൂട്ടത്തിൽ ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ളതും ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേമൻ സോമൻ. ഇപ്പൊ നമ്മള് ഇപ്പൊ എനിക്ക് തോന്നുന്നു സീരീസ് ഒക്കെ ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റേ ട്രോളൊക്കെ വരും, ബി ലൈക്ക് കേമൻ സോമൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. കാരണം എന്തൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും പുള്ളി ഭയങ്കര സട്ടിലായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാം ഭയങ്കര പോസിറ്റീവാണ്, ഭയങ്കര പാവം. അപ്പം ഞാൻ എപ്പോഴും വീട്ടിലാണ് എനിക്ക് പുള്ളിനെ വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നുന്നു. എനിക്ക് ഭയങ്കര എപ്പോഴും ഞാൻ തപ്പി ചെയ്യുമ്പോഴൊക്കെ പറയുന്ന എനിക്ക് എപ്പോഴും മറ്റേ പുള്ളിനെ വിളിച്ചു പാവം വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ, എന്തെങ്കിലും ചോറ് കൊടുത്ത് പാവം പറ്റും. അങ്ങനെ നമുക്കൊരു ഒരാളോട് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അശോകൻ ചേട്ടന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. 50 പ്രാവശ്യം തോറ്റാൽ പിന്നെ ഭയങ്കര കോൺഫിഡന്റ് ആണ്, അത്രയും കോൺഫിഡൻസ് ഉള്ള ലൈഫിൽ. എന്നാൽ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ഒരു ക്യാരക്ടറാണ്. കുട്ടികള് 10ാം ക്ലാസ് തോറ്റ് വിഷമത്തിരിക്കുമ്പോൾ കൗൺസിലിംഗ് കൊടുക്കുന്ന ആളാണ്. കാരണം അത്രയും തോറ്റ ഒരു മനുഷ്യൻ വേറെ എവിടെ ഉണ്ടാവില്ല. വിദ്യാഭ്യാസമൊന്നുമില്ല പറയുന്നുണ്ടോ? അത്രയും അതിന് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ഈ പറയുന്ന ജോലി ചെയ്യുന്നത് ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ്. അതിനകത്തൊരു കള്ളത്തരങ്ങളും പുള്ളിക്കില്ല. ഇപ്പം എന്റെ അമ്മാവന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഞങ്ങളുടെ ചിഹ്നവും കുറുക്കൻ ചിഹ്നമാണ്. കുറുക്കൻ ചിഹ്നമാണ് ഞങ്ങൾ കുറച്ച് വലിയ കുറുക്കനോട് പക്ഷെ അത്രയും കോൺഫിഡൻസിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും അവരുടെ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന കാണുമ്പോ ഭയങ്കര രസമാണോ ശരി. അപ്പൊ ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ ഇവര് രണ്ടുപേരുടെ കൂടെയും ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നിഖില പറഞ്ഞല്ലേ ഏറ്റവും ശരി, നമ്മൾ ഓർത്തു കൊടുത്ത് ചിരിക്കാൻ പറ്റും. എനിക്കൊന്ന് വീട്ടിൽ കൊണ്ടുപോയി ഇഷ്ടവും എന്താണ് ആ കഥാപാത്രം നമുക്ക് മനസ്സിൽ ഇപ്പോൾ കിട്ടിക്കഴിയുമാണ്. ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. എന്റെ അറിവിൽ എനിക്കറിയില്ല അശോകൻ അത്രയും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനോടുള്ളൊരു ഇത് ആൾക്കാർക്ക് വ്യത്യാസമായിരിക്കും. ഇത് പുള്ളിയുടെ എനിക്ക് ഉറപ്പാണ് ആരെങ്കിലും ഒക്കെ ഇതിനെ സ്ത്രീകളുടെ ഒരു പൾസാണ് ഈ പറയുന്നത്. ഭയങ്കര രസമാണ്. ഞാൻ എന്നോട് കഥ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടായിരുന്നു. നമുക്കൊക്കെ ബാക്കി എല്ലാവർക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഥ കേട്ടിട്ട് ചോദിച്ചത് ഈ ക്യാരക്ടർ വളരെ വളരെ ഇപ്പൊ ഇത് പറയുമ്പോ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2002-2003 സമയങ്ങളിൽ 2005 പണ്ട് ഒരു സൂര്യ ടി വി ഒരു സീരിയൽ അഭിനയിച്ചു. അതിന് സെൻട്രൽ കൂട്ടണ്ട. അതിന്റെ അതേ സമയത്ത് തന്നെ നമ്മുടെ കലാധരന്റെ അതേ സമയത്ത് തന്നെ അവര് വേറൊരു സീരിയൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പൊ ഒരു വളരെ ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ഒരു പയ്യന്റെ ഒരു പയ്യനായിരുന്നു. അതൊരു കഥയിലെ പറയുമ്പം ഇത് ഞാൻ എന്നെ സജസ്റ്റ് ചെയ്യുന്നത് കുട്ടേട്ടനാണ്. ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞത് ആ ക്യാരക്ടർ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളിയോട് സജസ്റ്റ് ചെയ്യുന്നത് കുട്ടേട്ടനാണ്. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വിഷമം. ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഡേറ്റിലാണ് ഞാൻ എങ്ങനെ അശോകനെ പറഞ്ഞു ചെയ്യിക്കുന്നത്. ഞാൻ നിങ്ങളെ വിളിച്ചോ ഈ സമയത്ത്? നിങ്ങളെ ഇല്ല വിളിച്ചിട്ടില്ല. അത് അന്ന് ഈ പറഞ്ഞ ലൊക്കേഷൻ വെച്ച് പറഞ്ഞതുപോലെ എന്താ ഭയങ്കര രസമുള്ള ഞാൻ കുട്ടികൾക്ക് പറയുന്ന ഒരു ചിരിക്കുകയാണ്. അപ്പൊ കഥാപാത്രം എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഡയലോഗൊന്നുമില്ല. പുള്ളി ഒരു പഞ്ചായത്തിൽ പുള്ളി ഒരു സ്വല്പം പരാജയം സംഭവിച്ചിട്ട് പുള്ളി ഇറങ്ങി വന്നു. പക്ഷെ പുള്ളിയിലത് പുള്ളിക്ക് ഇത് കുടന്ന് കൊടുത്തേക്കാം. അതിലെല്ലാം ഉണ്ട്. അതാണ് പറഞ്ഞത്. ചില മുഹൂർത്തങ്ങൾ ചില ആൾക്കാർ ചെയ്യുമ്പോൾ അത്ഭുതമാണ് സംഭവിക്കുന്നത്. അത് അയാൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ് അത് ഗിഫ്റ്റാണ്. അത് നമുക്ക് ആ അവസരത്തിൽ നമുക്കങ്ങ് ചെയ്യാൻ തോന്നുന്നതും നമുക്കങ്ങനെ ചെയ്യുന്നതും അതിന് കറക്റ്റായിട്ട് വരുന്നതൊക്കെ ഗിഫ്റ്റാണ്. നമുക്ക് എന്താണെന്ന് അറിയില്ല, നമുക്ക് വരുന്നതാണ് ആ സമയം. തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ അശ്വൻ ചേട്ടാ ഇപ്പോഴും നിൽക്കുന്നത്. പ്രഷർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന അത് തന്നെയാണല്ലോ. ഇങ്ങനത്തെ കലാകാരന്മാരെ എപ്പോഴും പ്രഷർ ഇരുകൈ നീട്ടി സ്വീകരിക്കുവാണല്ലോ.
അവിടെ ഇവിടെയൊക്കെ കടിച്ചു നോക്കി നിൽക്കുന്നതിന്റെ കാരണം ഈശ്വരൻ തന്നെ അങ്ങനത്തെ സംഭവമാണ്. തീർച്ചയായും അത് തന്നെ, അതാണല്ലോ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞു വെച്ച സൂര്യ ടിവിയിലേക്ക് റെക്കമെൻഡ് ചെയ്ത ആ ഒരു കഥ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിക്കാം, പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ ആളെ ചോദിച്ചപ്പോ അത് അശോകം കറക്റ്റ് ആയിരിക്കുന്നു. പവിത്ര ബന്ധം. അപ്പൊ നിങ്ങളുടെ മറ്റേ കേസിൽ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ ഡിസ്കഷൻ കാര്യങ്ങൾ വെച്ചപ്പോഴാണ് ഡയറക്ടറോട് പറയുന്നത്, ഡയറക്ടർ കലാകാരനോട് നിങ്ങൾ എന്നെ സംസാരിച്ചിട്ട് അതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഇങ്ങനെ നമ്മൾ പറയുമ്പോഴാണ് ഓർത്ത് വരുന്നത്. അത് ഞാൻ ഇത് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു. അതെ 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 അതെ. അപ്പൊ ഈ പറഞ്ഞതുപോലെ നിങ്ങള് ഞാൻ അതിന്റെ ഇടയ്ക്ക് തീർച്ചയായും ഞാൻ പിന്നെ നിഗരയുടെ വീട്ടിൽ പോയി കുറച്ച് ആഹാരം ഞങ്ങളുടെ പറഞ്ഞോണ്ടേ നീ എന്നെ വീട്ടിൽ വിളിക്കാൻ ഞാൻ നീ എവിടെയാ ചേട്ടൻ എവിടെയാ? അമ്മ ഞാൻ കണ്ണൂരാ, ഞാൻ എറണാകുളത്ത്. നേരെ തിരിച്ചു ഞാൻ ചുമ്മാ പറഞ്ഞ അല്ല കണ്ണൂരാണ്. നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ സ്നേഹത്തോട് സ്നേഹിച്ചാൽ ചങ്ക് കുറച്ച് തരും എന്നാണ് കണ്ണൂർ. വളരെ സിൻസിയർ തീർച്ചയായിട്ടും. എന്നോട് മറ്റേതും കൂടെ പറഞ്ഞു, സ്നേഹിച്ചാക്കിക്കൊല്ലില്ല ഞെക്കിക്കൊല്ലി മറ്റേ. ഞാൻ പറയണത് അപ്പൊ എനിക്കുള്ള പണിയാവുന്നു ഞാൻ പറയായിരുന്നു. അല്ല കണ്ണൂർ പോണം, നല്ല ഫുഡ് കഴിക്കണം. നിങ്ങൾ ഇവിടെ നല്ല ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ? ഫ്ലാറ്റിലും ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ടോ കേട്ടോ? എറണാകുളത്താണെങ്കിൽ ഫ്ലാറ്റിൽ തന്നെ അല്ലേ? എന്നാ കണക്കാ. അമ്മ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യും. പരീക്ഷണമായിട്ട് നോക്കണ്ട, ഞാൻ തന്നെ ആസ്വദിച്ച് കഴിക്കും. വേറെ കൊടുക്കില്ലാതെ അല്ല കൊടുക്കും, പക്ഷെ ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യുന്ന ഞാൻ തന്നെ കഴിക്കും. മാഗിയൊക്കെയാണ്? മാഗിയൊന്നുമല്ല, നല്ല ദോശ, പുട്ട് എല്ലാം ഉണ്ടാക്കും ഞാൻ. മീൻകറി, കപ്പ, ബിരിയാണി, ചോറും കറിയും, ബീഫൊക്കെ എന്റെ സ്പെഷ്യൽ സാധനമാണ്. അതിനൊരു സ്റ്റോപ്പ് വന്ന് നമുക്ക് വൈകിട്ടൊന്ന് പോയാലോ? ബീഫ് വൈകുന്നേരം ഇല്ല. ഷൂട്ടുണ്ടല്ലേ? സത്യമായ വിശ്വാസമില്ല. അല്ല ഇതിനകത്ത് ട്രെയിലറിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം കുറുക്കൻ എന്ന് പറഞ്ഞല്ലോ, പ്രസംഗിക്കുമ്പോ കോഴിയെ കുറിച്ചൊന്ന് പറയുന്നുണ്ടല്ലോ. ആ കഥ എങ്ങനെയാണോ കോഴിയെ കുറിച്ച് പറയണത്? അത് പറയില്ല. അത് ഡയലോഗ് വെച്ചാൽ രസമാണ്. അതൊരു ആ പ്രസംഗത്തിൽ പറയുന്ന കോഴി എന്ന് പറയുമ്പോ എനിക്ക് വിമലക്കാരത്ത് ഈ കോഴിയെ കുറിച്ചും ബീഫിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇനി ആ കോഴി ഒരു വിവാദമാകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാണ്. ഉറപ്പാണോ? എറിഞ്ഞു നോക്കണ്ട, തരില്ലേ? നോക്കണ്ട, തരില്ല. അല്ല ഞാനത് കണ്ടപ്പോ എനിക്കത് ഒരു ചോദ്യത്തിലേക്ക് വന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടല്ലേ, ഇത്രയും ആർട്ടിസ്റ്റുകളെ ഉൾക്കൊണ്ട ഒരു ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അത് ഒരു നല്ല ചലഞ്ചാണ് അല്ലെ ഷൂട്ടിംഗ് സമയത്ത്. ഇപ്പൊ നേരത്തെ കുട്ടേട്ടൻ പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ ചായ അടിക്കുന്നവനും ആർട്ടിസ്റ്റാണ്, അവിടെ സംസാരിക്കാൻ നിൽക്കുന്ന ആർട്ടിസ്റ്റ്, എല്ലാ ആർട്ടിസ്റ്റുകളാണ്. എല്ലാവരിലൂടെ പാസ് ചെയ്യുന്ന ഒരു ബസ് പോലും ക്യാരക്ടറാണ്. അല്ല ബസ് മാത്രം അവിടുത്തെ ഒരു കമ്പ്യൂട്ടർ സെന്റർ, ചായക്കട ഉണ്ട്, പിന്നെ തയ്യക്കട ഉണ്ട്, പിന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പ് കഥയായിട്ട് മാറും. അത് ഈ പക്ക നമ്മളിപ്പോ കണ്ടുവരുന്ന പഴയ ഗ്രാമങ്ങൾ, ഇപ്പോഴത്തെ ഗ്രാമങ്ങൾക്ക് മാറി ആ ഒരു പശ്ചാത്തലം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മള്. പക്ഷെ ഇപ്പോഴും അങ്ങനത്തെ നമ്മൾ ഷൂട്ട് ചെയ്ത റിയൽ സത്യം പറഞ്ഞാൽ നമ്മള് അവരോട് ഒരുപാട് നന്ദിയുണ്ട്. ആ നാട്ടുകാരോട് ഇത്രയും ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു ജംഗ്ഷനാണ്. അപ്പം വണ്ടികൾ വരുന്നു, അങ്ങോട്ട് പോകണം ഇങ്ങോട്ടും, അപ്പൊ തടഞ്ഞു നിർത്തുമല്ലേ അവിടെ. അവൻ ചായക്കട നടത്തുന്ന ഞങ്ങളുടെ ഒറിജിനൽ ചായക്കടയാ. ഇറങ്ങി ഒന്ന് മാറി നിൽക്കണോ അങ്ങനെ. പക്ഷെ ഒന്നും പറയാതെ എന്തൊരു സഹകരണമായിരുന്നു മനുഷ്യര്. അതൊരു ഭയങ്കര ആ നാട്ടുകാരുടെ ഭയങ്കര നന്ദി പറയണം നമ്മള്. സ്ഥലം അല്ല, അങ്ങനത്തെ ഗ്രാമങ്ങളുണ്ട് ചോദിച്ചില്ല. ഗ്രാമം അങ്ങനെയല്ല, അങ്ങനത്തെ ആൾക്കാരാണ്. ഈ ഒരു സ്ഥലം തന്നെയാണ് നമ്മളെ മനസ്സിലുണ്ടായിരുന്നത് അല്ലെ? എഴുതുമ്പോ അങ്ങനെ ഒരു ഉണ്ടാവില്ല മനസ്സിലേക്ക്. അത് പിന്നെ ഡയറക്ടറോട് കൂടെ സംസാരിച്ച്, പിന്നെ പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആവണം, പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു മറ്റേ അധികം വന്നിട്ടില്ലാത്ത, വിഷ്വലി അധികം വരാത്ത ഒരു സ്ഥലം വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പ്രവീണേട്ടൻ ഈ വയനാട് ഒരു സ്ഥലം, പക്ഷെ എന്നാൽ അത് വയനാടായിട്ടല്ല നമ്മൾ കാണിക്കുന്നത്. അതൊരു കേരളത്തിൽ നടക്കുന്ന എന്നുള്ള ഒരു ഗ്രാമം, പേരില്ലൂരാണ്. അങ്ങനെയാണ് അതിനെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. പേരില്ലാത്ത ഊരാണ് പേരില്ലൂർ.
സ്ഥലം കറക്റ്റ് അത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന വയനാട് സുൽത്താൻ ബത്തേരിയിലാണ്. ചൂതുപാറാണ് ഈ കവല. നമുക്ക് ഇത്തരം രാഷ്ട്രീയ സംഭവങ്ങൾ ഇങ്ങനെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ വന്ന് സിനിമകൾ പല സിനിമകളായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി സിനിമകൾ വന്നിട്ടുണ്ട്. ആ സിനിമകളൊക്കെ വിജയം കണ്ടിട്ടുണ്ട്. വിജയം കണ്ട സിനിമകൾ അത്രയും കൂടുതൽ സിനിമകളും ഒരു സംശയമില്ല. ആ സബ്ജക്റ്റിൽ നിന്ന് മാറി ഒരു യാത്രയായിരിക്കും ഈ സിനിമ. അതിൽ പക്ക രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന സിനിമകളാണ്. അതിൽ നിന്നൊക്കെ മാറിയുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഇത്. ഇത് അങ്ങനെ ഒരു പൊളിറ്റിക്സ് അല്ല ഇതിനകത്തുള്ള ഒരു വിഷയം. നമ്മൾ ആ അങ്ങനത്തെ ഒരു സംഭവമാണ്. പേരില്ലൂരിന്റെ കഥ പറയാണ്. അപ്പൊ അവിടെ ആ പേരില്ലൂരിന്റെ കഥ പറയുമ്പോൾ അവിടുത്തെ എല്ലാ കഥാപാത്രങ്ങളെ കുറിച്ചും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ പഞ്ചായത്തിൽ ഭരണം മാറുന്നതും ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പീതാംബരൻ അവിടെ എങ്ങനെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ രാഷ്ട്രീയം. അതിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അവരുടെ അന്ധവിശ്വാസമുണ്ട്, നിരീശ്വരവാദമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിനകത്ത്. അശ്വൻ ചേട്ടാ, ഇപ്പം സിനിമകളിൽ ഇപ്പം പല സിനിമകളിൽ ഇപ്പോൾ നമ്മൾ പല ഇന്റർവ്യൂസ് സിനിമകളൊക്കെ വരുന്നുണ്ട്. ഒരു ഇടയ്ക്കൊരു സമയത്ത് സിനിമയിൽ നിന്ന് മാറി നിന്ന് ചെന്നൈയിലാണ് താമസം, അങ്ങനെയൊക്കെയാണ് മാറി നിന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും ചെന്നൈയിലാണ് ഇപ്പോഴും വന്നു പോകുന്നു. പക്ഷെ ഇപ്പോഴുള്ള സിനിമകളിലെ ഒരു നമ്മൾ സ്ക്രിപ്റ്റുകൾ കേൾക്കുമ്പോഴും നമുക്ക് ഇണങ്ങിയ സ്ക്രിപ്റ്റുകളായിരിക്കണം. നമ്മൾ സെലക്ഷന്റെ കാര്യത്തിൽ എങ്ങനെയാണ് അശ്വൻ ചേട്ടൻ പോകുന്നത്? ഇപ്പോൾ എപ്പോഴും ഒരു കഥ നമ്മൾ കഥയും ക്യാരക്ടറും പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ കഥയിലും ഈ കഥ എങ്ങനെയുണ്ട്, ഈ കഥാപാത്രം എങ്ങനെയുണ്ട്, അത് നമുക്ക് എന്തെങ്കിലും ഗുണപ്രദമാവുമോ, ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ളത് സ്റ്റോറി പറയുമ്പോഴും കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെ കേൾക്കുന്നത് സാധാരണഗതിയിൽ. പിന്നെ അല്ലാതെ നമ്മൾ പലതും ചിലപ്പോൾ നമുക്ക് ദഹിക്കാത്തതും കാര്യങ്ങളും ഒക്കെ താല്പര്യമില്ലാത്തതോ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പല കാര്യങ്ങൾ സിനിമയില്ലേ. അത് ഒരു പ്രൊഫഷണൽ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് അങ്ങനെയും നമ്മൾ ചെയ്തു പോകുന്നുണ്ട്, അറിയാതെ ചെയ്തു പോകുന്നുണ്ട്. സാധാരണഗതിയിൽ ഇതുപോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവർ വന്ന് ഡയറക്ടറിനെതിരെ വന്ന് പ്രവീണോട് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി അതിനകത്ത്. നമ്മൾ കോൺഫിഡൻറ്റ് ആയി എപ്പോഴും. അത് അതിൻ്റെ കഥാപാത്ര ശക്തി നമുക്ക് മനസ്സിലായി, പ്രത്യേകത മനസ്സിലായി. എല്ലാ ടീമുകളും സബ്ജക്റ്റും എല്ലാം വന്ന് നമുക്കപ്പം തന്നെ ഒരു ചെയ്യാനുള്ള ഒരു താല്പര്യമോ ഒരു ഊർജ്ജമോ നമുക്ക് ഉണ്ടായി എന്നുള്ള പറയാം. അങ്ങനെ പല നമുക്ക് കിട്ടുന്ന സന്തോഷമാണ്. തീർച്ചയായും. അല്ലാത്ത കേസുകൾ നമ്മൾ ഞാൻ നേരത്തെ ചെയ്യുന്നുണ്ട്, അത് അറിയാതെ നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്തു പോകുന്നുണ്ട് അല്ലെ. അത്തരം സിനിമകളൊക്കെ പരാജയപ്പെടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് സ്വയം ഏറ്റെടുക്കേണ്ടതായി വരില്ലേ? എങ്ങനെ ഇപ്പൊ ഇതുപോലെ നല്ല സംഭവങ്ങളോ അല്ല, മോശമായ സബ്ജക്റ്റിൽ നമ്മൾ പോയി വീണ് കഴിയുമ്പോഴേ നമ്മള് അല്ല, അത് ഒരു സിനിമയുടെ നമുക്ക് വിജയ പരാജയങ്ങൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തിയേറ്ററിൽ ഇപ്പോൾ റെസ്പോൺസ് ഉണ്ടായിന്ന് വരില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യം തിയേറ്ററിലുള്ള റെസ്പോൺസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എങ്ങനെ അത് വരും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഉറപ്പാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ, കുട്ടിയേട്ടൻ പറഞ്ഞ പോലെ, ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ മുട്ടയടിക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു. സിനിമയ്ക്ക് വേണ്ടിയാണ്, ആ ക്യാരക്ടറിന് വേണ്ടി വികസിച്ച് അഭിനയിക്കാം, അത് കൂടുതലാണ്. നമ്മളൊരു സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മളോടൊരു ഡിമാൻഡ് ഉണ്ടല്ലോ, നമ്മൾ ഈ ക്യാരക്ടറിന് വേണ്ടി ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് പല കാര്യങ്ങളും ഒഴിവാവുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാവുന്ന, പേഴ്സണൽ അറിയാവുന്നത്. അത്ര ഒരു കഥാപാത്രമൊക്കെ വരുമ്പോൾ ഇപ്പം പിന്നീട് കൃത്യമായിട്ട് പറയണം, ഇതായിരിക്കണം നമ്മുടെ വേഷം, ഇതായിരിക്കണം, കഥാപാത്രത്തിന് വേണ്ടിയാണ് അല്ലെ. അത് നമ്മൾ ഉൾക്കൊണ്ട് തന്നെ ചെയ്യേണ്ട എല്ലാവരും. അത് എന്റെ ചോയ്സാണ്. അതായത് ആ സിനിമ എടുക്കരുത് എന്നോ, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഇപ്പൊ ഒരു സിനിമയ്ക്ക് ഇങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സീനുകളുണ്ട് എന്ന് പറയുന്നത് അത് മാറ്റിയാൽ ഞാൻ അഭിനയിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ആ സിനിമയ്ക്ക് ചിലപ്പോൾ അത് ആവശ്യമായിരിക്കും. എനിക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ, എന്നെ അത് കംഫർട്ടബിൾ ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ സിനിമ ചെയ്യാതിരിക്കാനുള്ള ചോയ്സ് ഉണ്ട്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലെ അഭിനയിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നതിലും ബെറ്റർ അല്ലേ എനിക്ക് ആ സിനിമ ചെയ്യാതിരിക്കാനുള്ള ചോയ്സ് എന്ന് പറയുന്നത്. ആ സാധനം ആ ചോയ്സ് ഞാൻ എടുക്കാറുണ്ട്. അല്ലാതെ ഞാൻ പോയിട്ട് നമുക്ക് ചില സമയത്ത് ചിലത് നമ്മളുടെ അടുത്ത് അവർ അത്രയും എലാബറേറ്റ് ചെയ്ത് ചിലപ്പോൾ പറയണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യേണ്ടത്. നമുക്കൊരു സിനിമ ഒരു ചില കാര്യങ്ങളിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു കോംപ്രമൈസ് ചെയ്തത് കൊണ്ട് ആ ക്യാരക്ടറിനെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചോദിക്കാറുണ്ട്. ഇന്നത് ചിലത് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ എന്നാൽ നമുക്ക് ആ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. അതർവൈസ് അല്ലെങ്കിൽ ആ സിനിമ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല, എനിക്കത് കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ ആ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് എനിക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു ക്യാരക്ടറിന്റെ സ്പേസിലും
അത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് 2-3 സീനുകൾ എക്സ്ട്രാ ആഡ് ചെയ്ത് തരാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എന്നുവെച്ചാൽ നമുക്ക് ആ സിനിമ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എനിക്കൊരു സ്പേസ് കുറവാണ്, 2 സീൻ എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ചെയ്യാറുണ്ട്. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാറുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു കൈ കൊടുത്ത് സിനിമയ്ക്ക് എഗ്രിമെന്റ് എഴുതിയാൽ നമ്മൾ പോയാൽ അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് യാതൊരു മാറ്റവും പാടില്ല എന്ന് തന്നെയല്ലേ വിശ്വസിക്കുന്നത്. മുന്നേ നമുക്ക് ആ ചോയ്സ് എടുക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ. കാരണം നിങ്ങളാണ് നിങ്ങളെടുത്ത സിനിമയുടെ കഥ എന്ന് പറയുന്നുണ്ട്, ആ സിനിമ നിങ്ങൾക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതും ആ സിനിമ നിങ്ങളുടെ കരിയറിന് ആവശ്യമാണോ എന്നുള്ളതൊക്കെ ചൂസ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്കുണ്ട്. ആ സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സിനിമ ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ സിനിമ ചെയ്യാതിരിക്കുക. അതിനുശേഷം നമ്മൾ കമ്മിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നമ്മൾ ഈ പറയുന്നത് ഒന്നുമല്ലാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വോക്കൽ ആവണം എന്നുള്ളത് ഒബ്വിയസ് ആണ്. അത് നിങ്ങൾക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഇറങ്ങി വരാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആ സിനിമ ഇതൊക്കെ നിങ്ങൾ ഓക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ സിനിമ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമ ചെയ്യണം. തെരഞ്ഞെടുത്ത സിനിമകൾ നമ്മൾ സബ്ജക്ട് തിരഞ്ഞെടുക്കുന്ന സിനിമകൾ പിന്നീട് അത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? ചില സിനിമകളൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ അതിനകത്ത് അഭിനയിക്കാതിരിക്കില്ലല്ലോ. നമ്മുടെ ജോലിയാണ്, നമ്മുടെ പ്രൊഫഷനാണ്, നമ്മൾ പൈസയൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ആ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമയോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് വേണ്ടായിരുന്നു അങ്ങനെ ഒരു സാധനത്തിലേക്കല്ല. ആ സമയത്ത് ആ ഒരു ഡിസിഷൻ എടുത്തത് ചിലപ്പോൾ റോങ് ആയിട്ടുണ്ടാവാം, പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് നാളെ അങ്ങനെ അതുപോലെ വേറൊരു സിനിമ ചെയ്യാതിരിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആ സിനിമ അവിടെ പോയി ബഹളം ഉണ്ടാക്കിയിട്ടോ കരഞ്ഞിട്ടോ വിളിച്ചിട്ടോ ഒന്നും അപ്പം ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് നമുക്ക് പിന്നെ അതുപോലെ ഒരു എക്സ്പീരിയൻസിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ നമുക്ക് ഇതൊരു ലെസൺ ആയിരിക്കും. നമുക്കൊരു സബ്ജക്ട് കേട്ടിയപ്പോൾ നമ്മൾ സ്വയം തീരുമാനിക്കുകയാണല്ലോ. നിങ്ങളൊക്കെ ആണെങ്കിൽ സ്വയം തീരുമാനിക്കണം. മറ്റൊരാളോട് ചർച്ച ചെയ്യാറുണ്ടോ? ഞാൻ കേട്ട സബ്ജക്ട് ഇതായിരിക്കും, ഇതിൽ ഞാൻ അഭിനയിച്ച അങ്ങനെ ചർച്ചയ്ക്ക് നമുക്ക് ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വലയം ഉണ്ടാവും. ചർച്ച ചെയ്യാറുണ്ട്. എനിക്ക് സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ള എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട്, ഈ സിനിമ ചെയ്യുന്നത് ഓക്കെ ആയിരിക്കുമോ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ചെയ്ത ഓക്കെ ആയിരിക്കും എന്നുള്ളത് ചർച്ച ചെയ്യാറുണ്ട്. നേരത്തെ ചോദിച്ചതുണ്ട്, കുട്ടേട്ടനിലുള്ള ഒരു പോസിറ്റീവ് വശവും അശോകനിലുള്ള ഒരു നെഗറ്റീവ് വശവും പറയും. അത് പറയാൻ ഞാനാരാ? അല്ല, നമുക്കുള്ള അനുഭവത്തിൽ പറയാമല്ലേ. എനിക്ക് അതിന് മാത്രമല്ല 45 ദിവസം വെച്ച് ഒരാളുടെ നല്ലതും മോശം പോസിറ്റീവ് ആണ് കുട്ടേട്ടന്റെ പോസിറ്റീവ്. അതെ, ഞാൻ എന്തിനാ കുട്ടേട്ടന്റെ പോസിറ്റീവ് നെഗറ്റീവും അല്ല, എന്റെ നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റില്ല. എന്റെ നെഗറ്റീവ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പോസിറ്റീവ് അതിനപ്പുറത്തേക്ക് മറുപടി ഇല്ല. അതെ, കൃത്യം മറുപടി പറഞ്ഞു. എന്റെ എല്ലാ നെഗറ്റീവ് മാറ്റി അശോകനെ പോലെ പോസിറ്റീവ് എല്ലാം മാറ്റി വെച്ചത് പറയാൻ പറ്റില്ല. ഒന്നെങ്കിലും പറഞ്ഞു. അല്ല, പറഞ്ഞല്ലോ കുട്ടി വളർത്താൻ ആഗ്രഹമുണ്ട്. ആദ്യം തന്നെ പറഞ്ഞല്ലോ അല്ലേ. അതിന് സന്തോഷം. അത് കേമൻ സോമനെയാണ്. അല്ല, ഞാൻ ചെന്ന് എനിക്ക് തരില്ല. കേമൻ സോമനെയാണ് വളർത്തുള്ളൂ, അശോകനെ വളർത്തില്ല. അതൊന്നും ആലോചിക്കാം. പഴയകാരി മീശ ഉണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും സീരിയലിൽ അഭിനയിച്ചു വന്നോണ്ട് മറ്റൊരു കാര്യം ചോദിക്കാം. സീരിയലിൽ ഒക്കെ ചെയ്തു വന്നാണോ? സീരിയലിലൊക്കെ ഇപ്പം സീരിയലിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു ചർച്ച നടന്നിട്ടുണ്ട് സീരിയലുമായി ബന്ധപ്പെട്ട്. ഗായത്രി എന്ന് പറഞ്ഞ ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരാൾ സംസാരിക്കുകയുണ്ടായി. സീരിയലെല്ലാം ഹിന്ദു കഥാപാത്രങ്ങളിലൂടെയാണ് പോകുന്നത്, മുസ്ലിം കഥാപാത്രങ്ങളോ മുസ്ലിം സ്റ്റോറികളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്റ്റോറികളോ ഇല്ല എന്നൊരു പരാമർശം നടത്തി വലിയ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് എന്താണ് അശ്വൻ ചേട്ടൻ്റെ അഭിപ്രായം? അത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല. ഒരിക്കലും അങ്ങനെ ഈ സിനിമയിൽ മാത്രം ഇതിനെക്കുറിച്ച് ചർച്ച ഒരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഞാൻ പറയാണ്, ഈ സിനിമാ സംബന്ധമായി ബന്ധപ്പെട്ട സിനിമയിലെ സീരിയലിൽ നമ്മൾ കൂടുതലൊന്നും കാണുന്നില്ല, പലപ്പോഴും ചിലത് കാണുന്നുണ്ട്. പക്ഷെ കേട്ടിടത്തോളം ഒരിക്കലും ഇങ്ങനെ സംഭവം നടക്കില്ല. അത് ഈ യാതൊരുവിധ ഇങ്ങനെയുള്ള ജാതി സംബന്ധമായ മതസംബന്ധമായ കാര്യം ഒരിക്കലുമില്ല. അത് വെറുതെയാണ്. അത് അവരുടെ തെറ്റിദ്ധാരണയോട് പറയുന്നത് തന്നെയാണ്. ഒരിക്കലും നടക്കില്ല. കാരണം ഇതിനകത്ത് സംവരണം മറ്റു കാര്യങ്ങളും സിനിമയിലില്ലല്ലോ, ഇതിനകത്തില്ലല്ലോ. ഒരിക്കലും കഴിവിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നു, അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറയുന്ന സംഭവത്തിന് മാത്രം കിട്ടുന്ന കാര്യം. ഇതൊരിക്കലും അങ്ങനെ സാധിക്കുന്നത് എങ്ങനെ? ഈ എത്രയോ സിനിമകളൊക്കെ പിന്നെ ഹിന്ദു സബ്ജക്റ്റും മുസ്ലിം സബ്ജക്റ്റും ക്രിസ്ത്യനൊക്കെ നമ്മുടെ സിനിമകൾ എത്ര കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സീരിയലിൽ നമുക്ക് ഇതിനകത്ത് കണക്കൂട്ടുണ്ടല്ലേ? പറ്റില്ല. കാരണം അതിന്റെ സീരിയലിന്റെ ഒരു പാറ്റേണിന് പ്രത്യേക രീതിയാണ്, അത് നമുക്ക് കൂട്ടാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇത് അടിസ്ഥാനമായിട്ട് തെറ്റ് തന്നെയാണ്. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല.
അത് വെറുതെ ഒരു വിവാദം ഉണ്ടാക്കുവോ, ആവശ്യമില്ലാത്ത ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ എന്നല്ല, അതിനപ്പുറത്ത് ഒരിക്കലുമില്ല, ഒന്നുമില്ല. തീർച്ചയാണ് അത്ര ഒരു രീതിയിലാണ്. ഇപ്പൊ കാതൽ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ, കാതൽ സിനിമ ഇറങ്ങി, ആന്റണി സിനിമ ഇറങ്ങിയപ്പോൾ വലിയ വിവാദത്തിലേക്ക് പോയി. ആന്റണി സിനിമയിലെ മറ്റേ ബൈബിളിൽ തോക്ക് വെച്ചു എന്ന് പറഞ്ഞ വലിയ വിവാദത്തിലേക്ക് പോയ ഒരു ബൈബിളിന്റെ അകത്താ തോക്ക് വെച്ചു അല്ല, അങ്ങനെ പറഞ്ഞു. ഞാനത് പേഴ്സണൽ പറഞ്ഞ ബൈബിൾ അല്ല എന്ന് പറഞ്ഞവനാണ്. അതൊരു വിവാദത്തിലേക്ക് വന്നിരുന്നു. കുട്ടിയേട്ടനൊക്കെ അറിയാം. ഞാൻ അതിന്റെ ഒരു വലിയൊരു വീഡിയോ ചെയ്താണ്. ഒരിക്കലും അത്ര അത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടുനടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ആ സിനിമ കണ്ട പ്രേക്ഷകർ എന്ന നിലയിൽ. അത്ര അതിനെപ്പറ്റി വിവാദം പറയുന്നത് തന്നെ നാണക്കേട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ ഒരു അറപ്പ് തോന്നുന്ന കാര്യമാണ്. ഒന്നാമത്തെ ഈ വക കാര്യങ്ങള് അതിനകത്ത് മതവും ഇതൊക്കെ കൂട്ടിച്ചേർക്കുന്നതിന് ഒരു അറപ്പ് തോന്നുന്ന കാര്യമാണ്. എനിക്കൊരു അശ്ലീലം, അതാണ് അശ്ലീലം എന്ന് പറഞ്ഞത്. ഈ അശ്ലീലം എന്ന് നമ്മൾ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതല്ല, ഇതൊക്കെ അശ്ലീലം. മനസ്സിലായി? ജീവിതത്തിലും നമ്മളെ സിനിമയിലും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനത്തെ അത് വൃത്തികെട്ട ഏർപ്പാടാണ്. തീർച്ചയായിട്ടും ഞാൻ അത് തന്നെ പറഞ്ഞത്. ഇതിൽ വിലപ്പോലും ഇതിനകത്ത് അങ്ങനെ ഒന്നും നടക്കില്ല. ഒരു സിനിമയായിട്ട് കലയായിട്ട് കാണാനാണ് നമ്മളെല്ലാം ശ്രമിക്കേണ്ടത്. ഏത് കലയാണ്, എന്റർടൈൻമെന്റ് ആയിട്ട്. പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ അല്ലേ ഉള്ളൂ, അല്ല അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. തീർച്ചയായിട്ടും. കാതൽ സിനിമ കണ്ടോ? കണ്ടില്ല. കുട്ടന്റെ സിനിമ ആന്റണി കണ്ടോ? കണ്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്ന കണ്ണു കാണാത്ത ആ ഒരു അഭിനയ രീതി? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കുട്ടേട്ടൻ, എനിക്ക് അതിന് മുന്നേ അറിയില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ പേരിലൂർ ചെയ്ത സമയത്താണ് കുട്ടേട്ടൻ ആ ക്യാരക്ടറിന് വേണ്ടി പ്രിപ്പയർ ആവുന്നു. ഇപ്പൊ പറഞ്ഞല്ലോ, മുടിമുട്ട അടിച്ചു, അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പല്ലൊക്കെ വെച്ചിട്ടുണ്ട് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. ഈ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ അതിനകത്തേക്ക് എടുക്കുന്ന ഒരു എഫേർട്ട് പരിപാടികളുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഒരു ഹീറോയിനായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് പറ്റത്തില്ല. എനിക്കൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് പല്ലിന് ക്ലിപ്പിട്ട് പോവാന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ ഹീറോയിൻ സങ്കല്പത്തിന് മേ ബി ഇത് ചെയ്യുന്ന ഒരു കാര്യമായിട്ടായിരിക്കും അത്. അവര് ആ ക്യാരക്ടർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു അത് അങ്ങനെ പല പെൺകുട്ടികൾക്ക് അങ്ങനെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ പെൺകുട്ടികളെ അഭിനയിക്കാൻ പറ്റുന്നവർക്കുണ്ട് ഹീറോയിൻ ഒരു സങ്കല്പമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ആ സങ്കല്പം മാറ്റി വെക്കണം. നടി എന്നുള്ള സങ്കല്പം ഉണ്ടാക്കാം. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടാണ്. നമ്മൾ സ്റ്റാർഡമല്ല കാത്തു സൂക്ഷിക്കേണ്ടത്, ഒരു ആക്ടർ എന്നുള്ളതാണ്. ആക്ടർ എന്നുള്ളതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ പല്ല് വയ്ക്കുന്നോ, മുടി വെട്ടുന്നോ, ആ അങ്ങനെ കഥാപാത്രം. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഇപ്പൊ കാണുന്നത് എനിക്ക് കിട്ടിയ കുറെ ക്യാരക്ടേഴ്സാണ്. ഇപ്പം 90 വയസ്സുള്ള അപ്പൂപ്പനായിട്ട് അഭിനയിക്കാൻ അങ്ങനെ അവസരം കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. എവിടെ കിട്ടും? ഇത്രയും 40 വർഷം ഞാൻ അഭിനയിച്ചിട്ട് എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അത് കിട്ടിയപ്പോൾ അത് മാക്സിമം അത് എത്രമാത്രം അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുമോ, എത്രമാത്രം എന്നെ കൊണ്ട് ഭംഗിപ്പെടുത്താൻ പറ്റുമോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് എന്നെ അലട്ടുന്നത്. അതിൻ്റെ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എൻ്റെ പ്രശ്നമാണത്, എൻ്റെ മാത്രം പ്രശ്നമാണത്. ഇപ്പം ഞാനവിടെ ഉണ്ടാക്കുന്ന ആ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ സൃഷ്ടി, എൻ്റെ കുട്ടി എന്ന് പറയുന്ന പോലെയാണ്. എൻ്റെ മാത്രം സൃഷ്ടിയാണത്. അത് വേറെ ആൾ അഭിനയിച്ചാൽ വേറെ ഒന്നാണത്. എന്നെക്കാളും ഗംഭീരമായിരിക്കും വേറെ ആൾ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളുള്ള ആ ഇഷ്ടം തന്നെയാണ് അതിനുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ കഥാപാത്രത്തോട് നമുക്ക് ആ ഒരു ഇഷ്ടം തോന്നുന്നു. അപ്പൊ അല്ലാതെ നമുക്കൊരു ആക്ട്രസ് എന്നുള്ള ഇമേജ് എന്നുള്ള സംഭവം, ആ ഇമേജ് നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ബേസിക്കലി അപ്പൊ ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു നായകന്റെ ലവ് ഇൻട്രസ്റ്റ് മാത്രമായിട്ടുള്ള ഒരു ക്യാരക്ടറിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല എന്ന്. അതെ, അങ്ങനെയുള്ളൊരു നമുക്കൊരു അങ്ങനത്തെ ഒരു ലിമിറ്റേഷനും ഉണ്ടാവും. അപ്പൊ അത് വെച്ച് നോക്കുമ്പം ഇവരതിലേക്ക് എടുക്കുന്ന എഫേർട്ടും അതിന് വേണ്ടിയിട്ട് അവരുടെ ക്യാരക്ടേഴ്സിൽ നമ്മൾ കാണുന്ന ഒരു വെർസറ്റാലിറ്റിയും എന്ന് പറയുന്നത് ഭീകരമാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ അവറാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും പീതാംബരൻ എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ഒരുവിധം ഒരേ സെയിം ഏജ് കാറ്റഗറി ഒക്കെ വരുന്ന ആൾക്കാരാണ്. പക്ഷെ ആ രണ്ട് ക്യാരക്ടേഴ്സും രണ്ടായിട്ടാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ആ വ്യത്യാസം വരുത്താൻ പറ്റാന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ അവരുടെ ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് അവര് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഒരു ലേണിംഗ് ഫാക്ടറാണ്. അവറാൻ എന്ന കഥാപാത്രം മനസ്സിന്റെ ആഴത്തിൽ തട്ടുന്ന ഒരു സീനായിരുന്നു ആ ടൗണിൽ കിടന്നുള്ള ഒരു സീൻ. എന്താ അവറാൻ ചോദിക്കുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ആരെങ്കിലും കണ്ടോ നോക്കുക, ആരെങ്കിലും കണ്ണ് നനയിക്കുന്ന ഒരു സീനായിരുന്നു. എന്നിട്ട് ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കുന്ന ഒരു സീനുണ്ടല്ലോ, ഭയങ്കരമായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം അശോകൻ ചേട്ടന്റെ ഇതേ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞത്, ഇത് കണ്ടാലേ അശോകൻ ചേട്ടനെ ഞാൻ പറയുന്നത്. ഞാനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടേട്ടൻ ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു നമ്മളത് പറയേണ്ട കാര്യമില്ല, പുള്ളി ഏത് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അടിപൊളിയായിട്ട് ചെയ്യും. നമ്മള് മൊത്തം സിനിമയെ പറ്റി സംസാരിക്കുന്ന സമയത്ത്
കുട്ടേട്ടന്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ പറയണ്ടായിരുന്നു. കുട്ടേട്ടൻ ഇല്ല, ഏത് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാലും കുട്ടേട്ടൻ അടിപൊളിയാക്കും എന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ഒരു പ്ലസ് പോയിന്റ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഒരു കിട്ടും. ഈ രണ്ടുപേരും അങ്ങനെ നിൽക്കുവാണ്. കണ്ടോ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിരുന്ന കുട്ടനെ മുടി ഇട്ട് ഇതും ചെറുപ്പമായിക്കൊണ്ടേ ഇരിക്കുവാണ്. കുട്ടേട്ടൻ കണ്ടില്ല നല്ല രീതിക്ക് ഇരിക്കണം. അല്ല ഇതൊക്കെ മനസ്സിലാഗ്രഹം ചെറുപ്പമെന്ന കാര്യം അറിയോ? ഇപ്പൊ ഞാനിപ്പം അതേപടി ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്നെ ഈ വേഷം വിളിക്കുള്ളൂ. എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണോ? അല്ലെന്ന് ഞാൻ പറഞ്ഞതേ, ഇതുപോലെയാണ് പ്രായമുള്ള കഥാപാത്രത്തിലെ വിളിച്ചോളൂ. ഇതുപോലെയല്ല ഞാൻ പറഞ്ഞത്, ഇതുപോലെ അല്ല പറഞ്ഞത്. ഇതുപോലെയല്ല എന്നൊരു പുച്ഛത്തെ പറയാ. ഇതുപോലെയല്ല കുട്ടേട്ടന്റെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലായോ? എന്തായാലും ഒരു സൂപ്പർ ആകട്ടെ. ഇതാണ് നമ്മുടെ ആഗ്രഹം. വെബ് സീരീസിനുള്ള കാലഘട്ടമാണ്. 7 എപ്പിസോഡാണ്. 7 കാണുമ്പോൾ ഒന്നിനൊന്നിനും മികച്ചതായി മാറണം. പ്രേക്ഷകരുടെ ആഴത്തിൽ ഹൃദയത്തിൽ തട്ടുന്ന നല്ല രസകരമായ ഒരു മുഹൂർത്തങ്ങളുള്ള വെബ് സീരീസ് ആണെന്നാണ് എനിക്ക് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സംസാരിച്ചുകൊണ്ട് മനസ്സിലായത്. രസകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ രസകരമായി പോട്ടെ. ഇനിയും ഒത്തിരി സിനിമകൾ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമകൾ ചെയ്യാൻ, നല്ല കഥകൾ എഴുതാനുള്ള ഭാഗ്യം സിനിമയ്ക്കും വെബ് സീരീസിനും ഉണ്ടാകത്തിന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആശംസ നേരുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു.